ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇസൂസ് വേൾഡ്. ഇന്ന് നമ്മളൊരു പുതിയ പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്, അതും കുട്ടികൾക്ക് ബിൽഡിംഗ് ബ്ലോക്സ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിൽഡിംഗ് ബ്ലോക്സ് വീഡിയോ ആയിരുന്നു ഇട്ടത്, പക്ഷേ ഈ പ്രാവശ്യം എനിക്കൊരു ബിൽഡിംഗ് ബ്ലോക്സ് വീഡിയോ ഉണ്ടാകണമെന്നുണ്ട്. അവൻ ഞാൻ എന്തായാലും ബിൽഡിംഗ് ബ്ലോക്സ് വീഡിയോ ഇടും. ലെറ്റ്സ് ഡു. ഈ ബിൽഡിംഗ് ബ്ലോക്സ് വീഡിയോ എന്ന് പറഞ്ഞാൽ വെറും ഒന്നല്ല, രണ്ടുമല്ല, മൂന്നുമല്ല. ഈ ബിൽഡിംഗ് ബ്ലോക്സ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിൻ്റെ പലതരം കഴിവുകളാണ്. അപ്പം ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആക്കണ്ട, ഒരു കാറോ ട്രക്കോ എന്താ അറിയില്ല, എന്തെങ്കിലും ആയി കിട്ടും. നമുക്ക് നോക്കാം. നമുക്കൊരു ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രക്കാക്കി നോക്കാം. അത് എന്തായാലും ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് എന്തായാലും നമ്മളെ പണിയിലേക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രക്ക് ഉണ്ടാക്കി. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഞാനിങ്ങനെ ഓട്ടി കളിക്കുമ്പോൾ അപ്പോൾ ഒട്ടിക്കണ്ടെന്നൊക്കെ വെച്ചിരുന്നു. ഓട്ടി കളിക്കുമ്പോൾ അങ്ങോട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ഭയങ്കര പണി ഇനി ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് റെഡിയാക്കാം. അപ്പം ഞാൻ അങ്ങോട്ട് പൊളിച്ചാണ്. അപ്പം ഈ സമയത്ത് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രക്ക്. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു എന്താ വെച്ചാൽ ചെറിയ കാര്യമാണ്. അത് ഇതാണ്, നമ്മൾ ഈ പീസ് നമ്മളിതാ ഇങ്ങനെ ഈ രണ്ടെണ്ണം ബാക്കി ഉണ്ടാവുന്ന രീതിയിൽ വെക്കുക. 1, 2 രണ്ട് ഭാഗത്തും ഒന്നുണ്ടാവണം. അത് രണ്ടും ഒരുമിച്ചാൽ രണ്ടാണ്. ആ രണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്തെന്താ ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു മഞ്ഞ പീസാണ്. മഞ്ഞ പീസ് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ആവശ്യമില്ല. ഈ മഞ്ഞ പീസ് നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മളെ ട്രക്കിൻ്റെ കണ്ണാടി, നമ്മളെ ട്രക്കിൻ്റെ മറ്റേ ലൈറ്റൊക്കെ ഉണ്ടാകുന്ന സ്ഥലമല്ലേ അത്. അടുത്തെന്താ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനൊരു സാധനം ഇട്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്രയോ ചില മറ്റേ കുട്ടികൾ കുഞ്ഞു വാകളൊക്കെ കളിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സിലും ഒക്കെ, ചില ബിൽഡിംഗ് ബ്ലോക്സിലൊക്കെ ഉണ്ടാകുന്ന ഇതാണിത്. ഈ ടയറൊക്കെ ഉള്ളത് ഇതുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രക്ക് ഉണ്ടാക്കാൻ കഴിയൂ. ഇതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ടയർ മാറി ഇങ്ങനെ വണ്ടി മാറി ഇങ്ങനെ പോകണമെങ്കിൽ ഇതുണ്ടെങ്കിലേ ഉള്ളൂ കഴിയൂ. അല്ലെങ്കിൽ നമുക്ക് പോവാത്ത വെറുതെ ഒന്ന് ഭംഗിക്ക് വെക്കുന്നതുള്ളൂ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയാണ്. അപ്പം നമുക്ക് ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പീസ് എടുത്തിട്ട് നമ്മളിതാ ഫിറ്റ് ചെയ്യാണ്. ഇങ്ങനെ കേട്ടോ ഫിറ്റ് ചെയ്യേണ്ടി മുമ്പ് ഭാഗം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുള്ളാക്കാം. അതങ്ങനല്ലേ ഒരു ഭംഗി, അതല്ലേ ഒരു രസം. അതന്നെ മതി, ഇതാണ് രസം. വേറൊരു പ്രോബ്ലം ഉണ്ട്. ഈ ടയർ ഒരുമിച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് പാടില്ലാത്ത കാര്യമാണ്. അത് നല്ലോണം വണ്ടിക്ക് പോകാനൊരു നല്ല എഫക്റ്റ് കൊടുക്കില്ല. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി നേരെ തന്നെ ആക്കാം. നേരത്തെ വെച്ച മാതിരി തന്നെ വെക്കാം. ഇതങ്ങനെ വെക്കാം. അപ്പം നമ്മൾ മുമ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് റെഡിയായി. മുമ്പ് ഭാഗം പറഞ്ഞാൽ ഈ ലൈറ്റൊക്കെ വെക്കുന്ന സ്ഥലം ഒന്ന് റെഡിയായി. ഇപ്പം ഇങ്ങനെ പോകുന്ന മാതിരി ഉണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും പണിയുണ്ട്. ഇനി പണിയുള്ള വെച്ചാൽ ഇതാണ്. ഈറ്റ പീസ് നമുക്കിങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കാൻ കഴിയുന്നതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ വെക്കുന്നതിൽ നല്ലൊരു കുഞ്ഞു പീസ് എടുത്ത് വെക്കുന്നതല്ലേ. അപ്പം നമുക്ക് കുഞ്ഞു പീസ് എടുത്ത് വെക്കാം. ഇതിൻ്റെ ഓറഞ്ച് ഇതാണ് തൊട്ട ചെറുതിൻ്റെ. ഈ മഞ്ഞൻ്റെ തൊട്ട ചെറുതാണ് ഈ ഓറഞ്ച്. അതിൻ്റെയും ചെറുതാണ് വേറെ മറ്റേ ഇങ്ങനെ സ്ക്വയർ ബ്ലോക്സ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് അത് ചെയ്യാം. അപ്പം ഞാൻ ഇതെടുത്തു. ഇനി ഇതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. കണ്ടോ നിങ്ങൾ? കുറച്ച് ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്താൽ നല്ല ഭംഗിയില്ലേ കാണാൻ? അതാണ് നമ്മളെ ഒപ്റ്റിമസ് പ്രൈം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റേ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒപ്റ്റിമസ് പ്രൈം ഇങ്ങനെ ഓടിക്കെ കളിക്കുന്ന ട്രാൻസ്ഫോമേഴ്സിൽ. ബംബിൾ ബി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവും ട്രാൻസ്ഫോമേഴ്സിൽ. അടിപൊളി സിനിമയാണ്. ആ സിനിമ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ ഗൈസ് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇങ്ങനെ വരാൻ പാടില്ല. ബാക്ക് ഭാഗം ഇങ്ങനെ വരരുത്. മുമ്പായാലും ബാക്കായാലും ഇങ്ങനെ വരരുത്. കാരണം ഈ തീവണ്ടികളെ മാച്ച് ആവില്ല. മാച്ച് ആക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അഥവാ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിലും. അപ്പം നമുക്ക് രണ്ടെണ്ണം വെക്കാം ഗൈസ്. അപ്പം ഞാൻ എന്താ ഇങ്ങനെ ആക്കി. ഇപ്പോൾ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ആ മുമ്പ് ഭാഗം ട്രക്ക്, ഒപ്റ്റിമസ് പ്രൈം ഇങ്ങനെ വണ്ടി മാതിരിയുള്ള ട്രക്കാവില്ല, ഇങ്ങനെ കയറ്റ് ആ ട്രക്കാവുമ്പോൾ ഇത് പൊട്ടി പോവുക ഇടയ്ക്കിടയ്ക്ക്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളൊന്ന് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ഒക്കെ ട്രക്കില്ലേ, അങ്ങനെ അങ്ങോട്ട് മലന്നൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു മുമ്പ് ഭാഗം ഉണ്ടാവില്ലേ അതിന്, ആ മുമ്പ് ഭാഗം മാറില്ല അത്. പക്ഷെ എന്തോ ഒന്ന് മിസ്സിങ് ആണ്. ആ മിസ്സിങ് നമുക്ക് ഇപ്പം ഇവിടെ റെഡിയാക്കാം ഗൈസ്. ഞാൻ ഏറ്റവും ചെറിയ പസിൽസ് അല്ല കേട്ടോ, ഏറ്റവും ചെറിയ മറ്റേതാണ് എടുത്തത്, 2 ബിൽഡിംഗ് ബ്ലോക്സ്. അതെടുത്തിട്ട് ഞാൻ ഇതൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇതൊന്ന് ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ പാടില്ല, വേറെ കാര്യമാണ്. ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഇങ്ങനെ വെക്കുക. നമ്മൾ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രക്കിൻ്റെ മുമ്പ് ഭാഗം റെഡിയാവും. ഗൈസ് ഇപ്പം ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ആ ട്രക്കിൻ്റെ മാതിരി തന്നെ ഉണ്ടാവും ഭാഗമൊക്കെ. ഒരു 2 കൊമ്പുകൾ ഉണ്ടാവില്ല ഒപ്റ്റിമസ് പ്രൈമിന്, അങ്ങനെ 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 മലന്നാൽ അതാണ് സംഭവം ഗൈസ്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് മറ്റേ ട്രാൻസ്ഫോമേഴ്സ് കണ്ടിട്ട് അതിൻ്റെ ഇതുകൊണ്ടൊക്കെ കളിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ മറ്റേ സാധാ ഇങ്ങനെ ടോയ്സൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ വിലയായിട്ട് ചില പേരൻസ് വാങ്ങാണ്ടിരിക്കും. അപ്പം അവർക്ക് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് സൈഡായിട്ട് ഉണ്ടാക്കി കളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പാരൻസൊക്കെ വാങ്ങും, പക്ഷേ വിലൻ്റെ പ്രോബ്ലംസ് അതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. അത് നിങ്ങളെ മക്കൾക്ക് ഭയങ്കര സന്തോഷം കൂട്ടും. നിങ്ങൾ അനിയന്മാരും ഒക്കെ ട്രാൻസ്ഫോമേഴ്സിനെ മോഹിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഒന്നിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ഒരു ഗിഫ്റ്റ് ആക്കിയാൽ മതി. ബർത്ത്ഡേ ഗിഫ്റ്റും ഒക്കെ ആക്കാം, എന്തുമാക്കാം. അതാണ് ഈ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രക്ക് എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പം നമുക്കിതെന്തുമാക്കാം ഗൈസ്. നമ്മൾ ട്രെയിന് തലയിരുന്നു. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഭാഗം ഇതിലേക്ക് ഇങ്ങനെ ആക്കിയാൽ മതി. പിന്നെ ഈ ഭാഗം തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല ഗൈസ്. ഇതിച്ചാൽ നമ്മൾ ഒന്നും കൂടി വെക്കണം ഗൈസ്. ബാക്കി പാർട്സ് നമ്മളിതാ ഈ ബാക്കിലാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഡു. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമ്മൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ഗൈസ് ഇതാ ഇങ്ങനെ വെക്കണം. അതിട്ട് നമ്മൾ നിരത്തി ഇങ്ങനെ വെക്കണം. നിരത്തി ഇതിട്ട് എത്രയോ പീസുകൾ നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നിരത്തി വെക്കണം. ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ കാണിച്ചു തരാം. അഥവാ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ പീസൊന്നും എടുത്തിട്ട് ഈ കുഞ്ഞു പീസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വെച്ചാൽ മതി. കുഞ്ഞു പീസ് ഇങ്ങനെ വെക്കുക, കുറച്ചും കൂടി വലുത് ഇങ്ങനെയും വെക്കുക ഗൈസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അഥവാ ബ്ലോക്സ് ഒന്നും ഇല്ലെങ്കിൽ ഇനിയും കൂട്ടാൻ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, ഇന്നൊരു തോന്നും. പിന്നെ അതിൻ്റെ മുകളിൽ ആ നടുവിൽ എന്തെങ്കിലും കുടിക്കുക വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ കാണിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് ബ്ലോക്സ് ഇനിയുണ്ട്, അപ്പം ഞാൻ ചെയ്യാണ് ഗൈസ്. നമ്മളപ്പം ട്രക്കിൻ്റെ ഈ ഭാഗം ഫുള്ള് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതങ്ങനെ നിരത്തി വെച്ചതാണ്. അപ്പം എന്താ കറക്റ്റ് ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രക്കായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇതിൻ്റെ 2 എണ്ണം കണ്ടോ
പേർപ്പിൾ. അത് ആ പിങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. കാരണം നമുക്കൊരു ഗുഡ്നെസ്സും ഒരു നല്ലൊരു ഭംഗി കിട്ടാനാണ്. ഇതാ ഗൈസ്, ഇതാണ് നമ്മളെ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രക്ക്. ഗൈസ്, ഇത് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണിച്ചു തരാം. ഗൈസിൻ്റെ കുറച്ച് ട്രാൻസ്ഫോമർ ടോയ്സ് ഉണ്ട്. അതും ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് എൻ്റെ ട്രാൻസ്ഫോമർ ടോയ്സ്. ഇതാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കും ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പം നമുക്കും ഇങ്ങനെ കളിക്കാൻ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ഈ ഭാഗമല്ലേ, ഇതാ ട്രക്കിൻ്റെ ഈ ഭാഗം, ആ ഭാഗം ഒന്ന് ജസ്റ്റ് ആ ഭാഗത്തൊന്നിതാ ഇങ്ങനെ വെച്ചെടുത്താൽ മതി ഐറ്റങ്ങളെ. അപ്പം പോകുന്നതാണ്. ചിലപ്പം വീഴും, ചിലപ്പം വീഴില്ല. എന്തായാലും വീഴേണ്ടിയാണ്. സ്പീഡിലോട്ട് കുറച്ച് മെല്ലെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നിന്നാൽ വീഴൂല. അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വണ്ടി പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മളെ ട്രാൻസ്ഫോമർ ട്രക്ക്. ഇതിങ്ങനെ പോവുക. ഒരാൾ വീണ് മറ്റേ ആൾ വീഴില്ല എന്ന് തോന്നുന്നു. ചിലപ്പം വീഴും, അറിയില്ല എന്താവുകയെന്ന്. ഗൈസ്, കുട്ടികൾക്ക് ഇങ്ങനെ ഒട്ടി കളിക്കുമ്പോൾ ഇതിങ്ങനെ വീഴില്ല. സ്പീഡ് ആകുമ്പോൾ കുറച്ച് സ്പീഡായിരിക്കില്ല, അപ്പം വീഴാനായി. കണ്ടോ, ഇത് നല്ല സ്പീഡ് പോകുന്ന കാണിച്ചു തരാം. അതാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗുഡ് ബൈ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും വരും. നെക്സ്റ്റ് വീഡിയോ ഒരു ഡെസേർട്ട് വീഡിയോ ആണ്. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം ഡെസേർട്ട് വീഡിയോ ആയിരുന്നു. അപ്പം ഇനിയും ഉണ്ടാകും ഡെസേർട്ട് വീഡിയോ. അപ്പം ഞാൻ ഡെസേർട്ട് വീഡിയോ ആണ് ഇടുന്നത്. ഫാൽക്കണൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമല്ലോ ഞാൻ ഡെസേർട്ട് വീഡിയോ ഇട്ടീന്. കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഞാൻ ഡെസേർട്ട് വീഡിയോ ഇട്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെറുതെ പറഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡെസേർട്ട് വീഡിയോ ഇട്ടിരുന്നു. അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഡെസേർട്ട് വീഡിയോ ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇനി കുറേ കാലം കഴിയും ഉണ്ടാവാൻ. അപ്പം ഇനി ഞാൻ പുതിയ വീഡിയോസായി വരും. അപ്പം മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ പിന്നെ ഒരു കാര്യം മറന്നല്ലോ, ബെല്ലൈക്കൺ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പം ബൈ, നെക്സ്റ്റ് ടൈം കാണാം. ടൈം ടേബിൾ റൂൾസും കേൾക്കണം. ഞാൻ ഫ്രീ ആകുമെന്ന് വെച്ചാൽ ഗൈസ്, എനിക്കൊരു പണി തന്നു. എന്താ പറയുക, എനിക്ക് എക്സാമാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണാം.